ഒരാളോട് ചോദിച്ചു, ജീവിതം ഇത്ര തിരക്കുള്ളതായിട്ട് പോലും നിങ്ങൾക്ക് എല്ലാവരുമായി ബന്ധം സ്ഥാപിക്കാൻ എങ്ങനെ സാധിക്കുന്നു എന്ന്. അപ്പോൾ അയാൾ പറഞ്ഞു, ബന്ധങ്ങൾക്ക് എത്രമാത്രം മഹത്വമുണ്ടെന്ന് മനസ്സിലാക്കിയവർ അതിനു സമയം കണ്ടെത്തുക തന്നെ ചെയ്യും. അല്ലാത്തവർക്ക് പറയാനും ഒഴിഞ്ഞുമാറാനും 100 കാരണങ്ങളുണ്ടാകും. സ്വന്തം സത്യത്തെ മുറുകെ പിടിക്കുന്നവർക്ക് 1000 ശത്രുക്കൾ ഉണ്ടാകും. മറ്റുള്ളവരുടെ നുണകൾക്കൊപ്പം സഞ്ചരിക്കുന്നവർക്ക് 1000 മിത്രങ്ങളും ഉണ്ടാകും. ചിലതൊക്കെ കൃത്യമായി മനസ്സിലാക്കിയാലും ഒന്നും മനസ്സിലാവാത്ത പോലെ ഭാവിച്ചു നടക്കാൻ ഒരു പ്രത്യേക രസമാണ്. വെറുക്കുന്നവരെക്കാൾ ഭയക്കണം ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം സ്നേഹിക്കുന്നവരെ. മനുഷ്യൻ വളരുമ്പോൾ വലുതാകുന്നുണ്ട്. വീടുകളും വഴികളും കൂടെ വ്യാമോഹങ്ങളും. ചെറുതാകുന്നത് മനുഷ്യബന്ധങ്ങളും മനസ്സിലെ സ്നേഹവും മനുഷ്യത്വവും മാത്രം. ഒരാളുടെ സാഹചര്യം ദൂരെ നിന്ന് നോക്കിക്കണ്ട് അയാളെ കുറ്റം പറയാൻ വളരെ എളുപ്പമാണ്. പക്ഷെ അടുത്തു നിന്ന് നോക്കുമ്പോഴേ എത്രയേറെ പ്രശ്നങ്ങളിലൂടെയാണ് അയാൾ കടന്നു പോകുന്നതെന്ന് മനസ്സിലാവുകയുള്ളൂ. ഞാനുണ്ട് കൂടെ എന്ന് പറയുന്ന വാക്കിൽ ചതിയുണ്ടാവരുത്, വഞ്ചന ഉണ്ടാവരുത്. പകരം സുരക്ഷിതത്വം ഉണ്ടാവണം, വിശ്വാസമുണ്ടാവണം. അതിനെല്ലാം ഉപരി സ്നേഹമുണ്ടായിരിക്കണം. അത് സൗഹൃദത്തിലായാലും പ്രണയത്തിലായാലും ജീവിതത്തിലായാലും. കാലം മായ്ക്കാത്ത മുറിവുകളില്ലെന്ന് പറയാറുണ്ട്. എങ്കിലും ചില മുറിവുകൾക്ക് മുന്നിൽ കാലം തന്നെ തോറ്റുപോകാറുണ്ട്. വേണ്ടാത്തവർക്കായി കരയാനുള്ളതല്ല നമ്മുടെ ജീവിതം. അത് നമ്മളെ സ്നേഹിക്കുന്നവർക്കായി ജീവിക്കാനുള്ളതാണ്. പ്രതീക്ഷിച്ചതൊന്നും നടക്കാത്തതിൽ വിഷമിക്കരുത്. പകരം സന്തോഷിക്കുക. നിങ്ങൾ ആഗ്രഹിച്ചതിനേക്കാൾ മികച്ചത് ദൈവം നിങ്ങൾക്കായി കാത്തുവച്ചിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം നമ്മുടെ ജീവിതമാണ്. കാത്തിരിക്കുന്നത് എന്താണെന്ന് അറിയാതെ ഓരോ ദിവസവും നമ്മൾ സഞ്ചരിക്കുന്നു. ഒരിക്കലും കിട്ടില്ലെന്ന് ഉറപ്പിച്ചതുപോലും നിങ്ങളെ തേടിയെത്തിയേക്കാം. തളരാതെ പരിശ്രമം തുടരുക. അധ്വാനത്തിന്റെ ഫലം ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളെ തേടി വരും. വലിയ തോതിൽ പരാജയപ്പെടാൻ ധൈര്യപ്പെടുന്നവർക്ക് മാത്രമേ വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയൂ. സന്തോഷമില്ലാത്ത സമയത്ത് പുഞ്ചിരിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ മാനസികാവസ്ഥയെ സന്തോഷത്തിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്നു. നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിനു മുമ്പ് നിങ്ങൾ സ്വപ്നം കാണണം. ഒരു വ്യക്തിയുടെ നന്മയെക്കുറിച്ച് എല്ലാവരും നിശബ്ദരാണ്. ചർച്ച അവന്റെ തിന്മയെക്കുറിച്ചാണ്. എങ്കിൽ മൂകന്മാർ പോലും സംസാരിക്കും. നേരിടാൻ കഴിയാത്ത പ്രശ്നങ്ങളിൽ ഒന്ന് ഉറച്ചു വിശ്വസിച്ച് ചുവടുകൾ മുന്നോട്ട് തന്നെ അടിയുറപ്പിച്ച് നടക്കണം. നിങ്ങൾ ഉയർച്ചയുടെ ഓരോ പടവുകൾ കയറും തോറും നിങ്ങൾ സംസാരിക്കുന്നത് കുറഞ്ഞുകൊണ്ടിരിക്കും. മറ്റൊരു ലക്ഷ്യം വയ്ക്കുന്നതിനോ പുതിയ സ്വപ്നം കാണുന്നതിനോ നിങ്ങൾക്ക് ഒരിക്കലും പ്രായമായിട്ടില്ല. സംസാരിക്കുന്നതിനു പകരം കേൾക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ലഭിക്കുന്ന ഒന്നാണ് ജ്ഞാനം. ജയിക്കാൻ നിങ്ങൾ ബാധ്യസ്ഥനല്ല, എന്നാൽ ശ്രമിച്ചു കൊണ്ടിരിക്കാൻ നിങ്ങൾ ബാധ്യസ്ഥനാണ്. നിങ്ങൾക്ക് എല്ലാ ദിവസവും ചെയ്യാൻ കഴിയുന്നതിന്റെ ഏറ്റവും മികച്ചത് തന്നെ ചെയ്യുക. ജീവിതം വളരെ ചെറുതാണ്. നിങ്ങളുടെ മനസ്സിന്റെ മുറിവുകൾക്കുള്ള മരുന്ന് സ്നേഹവും ക്ഷമയുമാണ്. ആ മരുന്ന് നൽകാൻ കഴിയുന്ന വൈദ്യൻ നിങ്ങൾ മാത്രമാണ്. വീഴ്ചകളാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ തിരിച്ചറിവും നമ്മൾ ആരാണെന്ന് സ്വയം മനസ്സിലാക്കാനുള്ള അവസരവും. എത്ര ചെറിയ കാര്യമായാലും അതിലേക്ക് ഹൃദയവും മനസ്സും ആത്മാവും അർപ്പിക്കുക. അതാണ് വിജയത്തിന്റെ രഹസ്യം. നിങ്ങളുടെ സ്വന്തക്കാർ ആരാണെന്ന് ചോദിക്കുന്നവരോട് പറയുക, അവസ്ഥ നല്ലതാണെങ്കിൽ എല്ലാവരും സ്വന്തക്കാർ. അവസ്ഥ മോശമായാൽ സ്വന്തക്കാരും ഇല്ല, ബന്ധുക്കളുമില്ല. നിങ്ങൾ ഭാവിയെ ഭയപ്പെടുന്നുണ്ടെങ്കിൽ അതിന്റെ അടിസ്ഥാന കാരണം നിങ്ങൾ ഇന്നത്തെ ദിവസം പാഴാക്കുന്നു എന്നതാണ്. നിങ്ങളുടെ ചിന്തയുടെ ഗുണനിലവാരം പോലെ ആയിരിക്കും നിങ്ങളുടെ സന്തോഷവും. കുറ്റം കണ്ടെത്തരുത്, പകരം പ്രതിവിധി കണ്ടെത്തുക. ആർക്കു വേണമെങ്കിലും പരാതിപ്പെടാം. നിങ്ങളെ അവഗണിക്കുന്നവരെ നിങ്ങൾ ഒരിക്കലും അവഗണിക്കരുത്, പകരം അവരെ ബഹുമാനിക്കുക. കാരണം നിങ്ങൾ അവരെക്കാൾ മികച്ചതാണെന്ന് ഏറ്റവും കൂടുതൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് അവരാണ്. ഓടുന്നവരല്ല, ഓട്ടം തുടരുന്നവരാണ് ജീവിതത്തിൽ വിജയിക്കുന്നത്. ചെറിയ ചെറിയ ചിലവുകളെ സൂക്ഷിക്കുക. ഒരു ചെറിയ ചോർച്ചയ്ക്ക് ഒരു വലിയ കപ്പലിനെ മുക്കിക്കളയാൻ ആകും. മനസ്സിന് എന്തിനേയും താങ്ങാൻ കരുത്തുണ്ടെങ്കിൽ ശരീരം താനെ ലക്ഷ്യത്തിലേക്ക് കുതിക്കും. എന്നാൽ മനസ്സിന് കരുത്തില്ലെങ്കിൽ ശരീരം എത്ര ബലവത്തായിട്ടും കാര്യമില്ല.
നല്ലതാണെന്ന് ബോധ്യമായതിൽ ശക്തമായി അടിയുറച്ച് വിശ്വസിക്കുക. എങ്കിൽ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം നമ്മളെ സമീപിക്കുന്നവർക്ക് മുന്നിൽ വിജയിക്കാൻ സാധിക്കും. അനുനിമിഷം മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് മനുഷ്യരുടെ സ്വഭാവം. നമ്മൾ ഒറ്റ സുഹൃത്ത് എന്ന് കരുതിയവരും കാലത്തിനനുസരിച്ച് മാറിയേക്കാം. ഒരു പുരുഷനെയും ഒരു പരിധി വിട്ട് സ്നേഹിക്കരുത്. കാരണം അവരിലെ ചെറിയ മാറ്റം പോലും നിങ്ങളെ ഒരുപാട് വേദനിപ്പിക്കും. ആരുമില്ലാതിരുന്നാലും നമുക്ക് കൂട്ടായി നാം തന്നെയാണ് ഉണ്ടാവുക എന്ന് ഓർമ്മ വേണം. നമ്മുടെ സ്വപ്നങ്ങളും ഇഷ്ടങ്ങളും അറിഞ്ഞ ജീവിതത്തെ വിവേകത്തോടെ ആഘോഷമാക്കി മാറ്റുക. മഹത്തായ കാര്യങ്ങൾക്ക് വേണ്ടി ചില നല്ല കാര്യങ്ങൾ ഉപേക്ഷിക്കാൻ ഭയക്കേണ്ടതില്ല. വിജയകരമായ ഒരു മനുഷ്യനാകുന്നതിനേക്കാൾ ഉപരി മൂല്യമുള്ള മനുഷ്യനാകാൻ ശ്രമിക്കുക. നിങ്ങൾ ആത്മാർത്ഥമായി എന്തെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനായി കാത്തിരിക്കരുത്. അക്ഷമനാകാൻ സ്വയം പഠിക്കുക. എപ്പോഴും നിങ്ങളുടെ പരമാവധി ചെയ്യുക. ഇപ്പോൾ നടന്നത് പിന്നീട് വിളവെടുക്കാം. ആളുകൾ വിനോദത്തിനായി മാത്രമായിരുന്നു ജീവിച്ചിരുന്നതെങ്കിൽ സാങ്കേതിക വിദ്യ ഒരിക്കലും പുരോഗമിക്കില്ലായിരുന്നു. നിങ്ങൾ സംസാരിച്ചില്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഒരിക്കലും നിങ്ങളുടെ സങ്കടത്തിന്റെ കാരണം മനസ്സിലാകില്ല. ജീവിതത്തിൽ ദുഃഖിതയാണെങ്കിലും ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് മാത്രം സംസാരിക്കുന്ന സ്ത്രീകൾ കൂടുതൽ നിഷ്കളങ്കരാണെന്ന് പഠനങ്ങൾ പറയുന്നു. ഇന്നത്തെ സന്തോഷങ്ങൾ ഇന്ന് അനുഭവിക്കാതെ നാളത്തേക്ക് മാറ്റിവെക്കരുത്. കാരണം ഇന്ന് മാത്രമേ നമ്മുടെ കയ്യിൽ ഉള്ളൂ. വിജയിക്കാനുള്ള നിങ്ങളുടെ നിർവചനം വേണ്ടത്ര ശക്തമാണെങ്കിൽ പരാജയമൊരിക്കലും നിങ്ങളെ മറികടക്കുകയില്ല. നിങ്ങൾക്ക് വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ചെറിയ കാര്യങ്ങൾ മികച്ച രീതിയിൽ ചെയ്യാൻ കഴിയും. ഒരു നെഗറ്റീവ് സാഹചര്യത്തിൽ നിങ്ങൾക്ക് പോസിറ്റീവായി തുടരാൻ കഴിയുമെങ്കിൽ നിങ്ങൾ വിജയിച്ചിരിക്കുന്നു. മറ്റുള്ളവരോട് ക്ഷമിക്കുക. കാരണം അവർ ക്ഷമ അറിയിക്കുന്നത് കൊണ്ടല്ല, മറിച്ച് നിങ്ങൾ സമാധാനത്തിന് അർഹരായതുകൊണ്ടാണ്. എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഒറ്റയ്ക്കാവുമ്പോൾ, ധൈര്യം നഷ്ടപ്പെടുമ്പോൾ ചില നല്ല വാക്കുകളുടെ രൂപത്തിൽ ദൈവം കടന്നുവരും. നിങ്ങളുടെ മനസ്സിന് കഴിയുന്നത്ര നിങ്ങളെ ശല്യപ്പെടുത്താൻ ഈ ലോകത്ത് മറ്റൊന്നിനും കഴിയില്ല. നിങ്ങളുടെ കണ്ണുനീർ തുടയ്ക്കുന്നതിനു പകരം നിങ്ങൾ കരയാൻ കാരണമായവരെ ജീവിതത്തിൽ നിന്നും തുടച്ചു മാറ്റുക. സ്വയം വില കൽപ്പിക്കാത്ത രീതിയിൽ നെഗറ്റീവ് പറയുന്നത് നിർത്തുക.